സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സുരേഷ് ഗോപിയുടെ ഒരു വാർത്താ സമ്മേളനം കാണാനിടയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് സി സദാശിവൻ എന്ന് പറയുന്ന എം പി, കണ്ണൂരിലുള്ള എം പിയാണ്. അയാളുടെ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് പോയിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന നമ്മുടെ രാജാവ്. അപ്പോൾ രാജാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല, ഉന്നത കുലജാതൻ. അപ്പോൾ ഉന്നത കുലജാതൻ അങ്ങനെ ഇനോഗ്രേഷന് പോയ സമയത്ത് അവിടുത്തെ ഒരു പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമാണ്, അതായത് എനിക്ക് സിനിമയിൽ തന്നെയാണ് ഇഷ്ടം, രാഷ്ട്രീയത്തിൽ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെയും ഞാൻ സിനിമയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. സി സദാശിവൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കുന്നതിലും എനിക്ക് അതൃപ്തിയില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷമാണ്. അതോടൊപ്പം തന്നെയും അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്താണോ ചെയ്യാനായിട്ട് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അതെല്ലാം അദ്ദേഹം ചെയ്യണമെന്നുള്ളൊരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോടുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അങ്ങനെയെങ്കിൽ തൃശ്ശൂർ എനിക്ക് വേണം, തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഹസനം നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് അങ്ങനെ ഒരു പ്രഹസനം നടത്തിയത്? ഇനി ആ പ്രഹസനം നടത്തിയതാണെങ്കിൽ അത് മാത്രമാണ് വിഷയം എന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ജയിച്ചതിന് ശേഷം തൃശ്ശൂർ ഞാനിങ്ങ് എടുത്തു, തൃശ്ശൂർ എൻ്റെ തലയിലേക്ക് ഞാനിങ്ങനെ അങ്ങ് വെച്ചു, ഇനി എൻ്റെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് 2, 3, 4 മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പ്രസ്താവനയിൽ പറയുന്നത്, ഉന്നത കുലജാതന്മാർ വേണം, അവരുണ്ടെങ്കിലേ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, അവർ സംസാരിച്ചെങ്കിലേ അവരുടെ ഉന്നമനം സാധ്യമാവുകയുള്ളൂ. ബ്രാഹ്മണരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ പിന്നീട് നമ്മൾ കണ്ടത്. എല്ലാം കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന എന്തിലാണ്? പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം, കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ്. ഇന്ന് ഈ ഒരു പ്രസംഗത്തിൽ അയാൾ പറയുന്നത്, പൂച്ചാണ്ടികളെ കാണിച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കരുത്, പ്രജകളെന്ന് പറഞ്ഞാൽ പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എനിക്കെതിരെ പണിഞ്ഞവന്മാർക്കും എനിക്കെതിരെ സംസാരിച്ചവന്മാർക്കും എല്ലാമുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നാണ് പറയുന്നത്, നമുക്കൊക്കെ പണി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം പഠിച്ചതിന് ശേഷം എന്നെ കളിയാക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കൂ എന്നാണ് സുരേഷ് ജി പറയുന്നത്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രജാതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യമെന്നാണ് വേറൊരു സൈഡിൽ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. അതിൽ പ്രജകളായ ജനങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാ തീരുമാനങ്ങളും എടുക്കാനായിട്ടുള്ളൊരു ടൂൾ, അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള പൂർണ്ണ അധികാരമെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇയാൾ പറയുന്നത് അന്ന് പ്രജ എന്ന് മാത്രം പറഞ്ഞിട്ട് ഇന്ന് പറയുന്നത് പ്രജാതന്ത്രം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമെന്നാണ്. പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എന്ത് കാര്യങ്ങളും തീരുമാനമെടുക്കാനായിട്ടുള്ള അവകാശം, അതാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ പ്രജാതന്ത്രമാണോ സുരേഷ് ഗോപി അന്നേരം ഉദ്ദേശിച്ചത്? ഒരിക്കലുമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ഈ പറയുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ ചെന്ന് അവിടുത്തെ അഭിപ്രായം മാറ്റുക, ഇവിടുത്തെ അഭിപ്രായം മാറ്റുക, അങ്ങനെയുള്ള അഭിപ്രായ മാറ്റങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ഒരു വീഡിയോയിൽ. അതായത് ഈ മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വീട്ടിലേക്കുള്ള റെയ്ഡ്, അത് ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാനൊരു കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഞാനതുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞ് തടി തപ്പിയ സുരേഷ് ഗോപി വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞത് അത് മാധ്യമങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം വളച്ചൊടിക്കുന്നതെന്നാണ്. അതായത് പുലിയെ എലിയാക്കുന്ന ഒരു പ്രവണതയാണ് അവിടെ സുരേഷ് ഗോപി കാണിച്ചത്. അതേ പരിപാടി തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. എന്നിട്ട് പിന്നീട് പറയുന്നത്, ഈ പ്രജകളെന്ന് പറഞ്ഞാലും നമുക്ക് രണ്ടർത്ഥത്തിൽ പറയാം. പ്രജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന പൗരന്മാരാണ്, അവർക്ക് വേറൊരു അവകാശമില്ല. അവകാശം എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളുണ്ട്, പ്രതികരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഭരിക്കാനുള്ള അവകാശമൊന്നും അവർക്കില്ല. അപ്പോൾ ഈ രാജാവിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ഈ പ്രജകളാണോ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത്? ഒരിക്കലും ആയിരിക്കില്ല. സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഞാൻ രാജാവാണ്, ബാക്കി എല്ലാവരും പ്രജകളാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അതായത് പണ്ട് കാലങ്ങളിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയങ്ങളിൽ രാജാവിൻ്റെ അടിയിൽ നിൽക്കുന്ന അടിയാളന്മാരെയായിരുന്നു പ്രജകളെന്ന് വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. രാജാക്കന്മാരുടെ എല്ലാ വീഴ്പ്പും താങ്ങുന്ന ആളുകളായിരുന്നു ആ പ്രജകൾ. ആ പ്രജകളെ അല്ലേ സുരേഷ് ഗോപി അവിടെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ആ പ്രജകളെ പറ്റിയല്ലേ സുരേഷ് ഗോപി അവിടെ പറഞ്ഞത്? ഇയാൾക്ക് നല്ല പരിജ്ഞാനമുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും. അതുകൊണ്ട് തന്നെയും ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രജകളെന്ന് പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ള ആളുകളെന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ സുരേഷ് ഗോപി ഇന്ന് പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം.
എനിക്ക് മന്ത്രിയാവാൻ താല്പര്യമൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യമാണ്. എനിക്ക് സിനിമ മതി എന്നാണ്. എനിക്ക് തോന്നുന്നു കൈയിട്ട് വരാനൊന്നും പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്ത കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട, എനിക്ക് എൻ്റെ സിനിമ തുടരണം. ഒരു മന്ത്രിയായാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് സിനിമാഭിനയം തുടരണം, ഒരുപാട് സമ്പാദിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഒപ്പം എൻ്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ, അതിൽ കുറച്ച് പേരെയെങ്കിലും സഹായിക്കണമെങ്കിൽ പണവരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല. ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട്. ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ്. ഞാൻ അയ്യോ, ഇതല്ലല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സാറിന് ഒന്നും കിട്ടുന്നില്ല. സിനിമയിലായിരിക്കുമ്പോൾ കൈയിട്ട് വാരാം, അല്ലെങ്കിൽ ചോദിക്കുന്ന പണം കിട്ടും. രാഷ്ട്രീയത്തിലൊന്നും കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. കേന്ദ്ര സർക്കാർ പറ്റിച്ചോ സുരേഷ് ജി നിങ്ങളെ? കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം, കലിംഗ് സമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഇതുവരെയും ഒന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുകയാണ്, എല്ലാം ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് തന്നെ വീണിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ വീഡിയോ? കഞ്ഞിപ്പാത്രത്തിലേക്ക് തന്നെ വീണിട്ടുണ്ട്. ഞാൻ 1 രൂപ പോലും മുക്കിയിട്ടുമില്ല, എൻ്റെ ശമ്പളം പോലും ഞാൻ എടുക്കുന്നില്ല. ഇപ്പോൾ പറയുന്നത് എൻ്റെ മക്കളെയൊക്കെ എനിക്ക് ജീവിപ്പിക്കണം, എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, എനിക്ക് മന്ത്രിസ്ഥാനം ഒന്നും വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ സുരേഷ് ഗോപിജി പറയുന്നത്. സത്യമായിരിക്കാം, ഒന്നും കിട്ടുന്നുണ്ടായിരിക്കത്തില്ലായിരിക്കാം മിക്കവാറും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു പരാമർശം നടത്തിയത്. പിന്നെ എന്തിനാണ് ഈ വെറുതെ ചാടിത്തുള്ളി ഈ പറഞ്ഞ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് പോയത്? നിങ്ങളെ ജനങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു സുരേഷ് ഗോപിജി, സുരേഷ് ഗോപി സാറേ. ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ മനുഷ്യൻ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിലായിരിക്കുന്ന സമയത്ത്, ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്ന സമയത്ത്, ഇപ്പോഴും സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ നിങ്ങൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ വന്നതിന് ശേഷം എല്ലാ ജനങ്ങളും നിങ്ങളെ വെറുത്തു. നിങ്ങൾ പറയുമ്പോൾ കൈയടിക്കാനായിട്ട് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ആളുകൾ, നിങ്ങൾ പൈസ കൊടുത്തിരുത്തിയിരിക്കുന്ന ആളുകൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നത് എപ്പോഴാണ്? സിനിമയിൽ അഭിനയിച്ച് സിനിമാ നടനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് കള്ളത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നിറം മാറുന്ന സ്വഭാവമൊക്കെ വന്നത് ഈ BJPയിൽ വന്നതിന് ശേഷമാണ്. ബാക്കി നമുക്ക് വീഡിയോ കണ്ടുപോകാം. 16 ഒക്ടോബർ 28-നാണെന്നാണ് എൻ്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അതാ 6 മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി എടുത്തതാണ്. എൻ്റെ മനസ്സിൽ അതില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ്, അതൊരു പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദയാണ്. കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു MP എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം. ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരു പക്ഷേ മന്ത്രിയാക്കി. ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തം കൊണ്ട് ജനങ്ങൾ മന്ത്രിയാക്കിയതാണോ, അതോ വോട്ട് ചോരിയിൽ കൂടി ജയിച്ചതാണോ എന്നുള്ളൊരു ചോദ്യത്തിനൂടി മറുപടി സുരേഷ് ഗോപിജി തരണം. കാരണം വോട്ട് മുക്കി ജയിച്ചതാണെന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറേ കരക്കമ്പികൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടി തരാൻ സുരേഷ് ഗോപിജിക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിനുള്ളൊരു മറുപടി കൂടി തരണം കേട്ടോ. ബാക്കി കേട്ടോക്കാം. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കൈയടിക്കാതെ അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട്. എനിക്ക് ഞാൻ ഒഴിഞ്ഞു കൊടുത്ത് കിട്ടിയ സ്ഥാനം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും. അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത്, ഇപ്പോഴും ചില ക്യാപ്സ്യൂൾസ് ഇരുന്ന് എടുത്ത് വിരുദ്ധം ചെയ്യുന്നുണ്ട്. ആവർത്തനം, ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാർ. ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്, എന്ത് പറഞ്ഞാലും അതെടുത്ത് കീറി മുറിക്കൊന്നും വേണ്ട, അങ്ങ് വളച്ചൊടിച്ച്. പ്രജ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അസുഖമാണ് എല്ലാവർക്കും. പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം. സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രജാതന്ത്രം എന്താണെന്ന് അവർ പഠിക്കണം. എന്താണ് പ്രജയ്ക്ക് ഇത്ര വലിയ കുഴപ്പം? ആംഗ്ലേയ സാഹിത്യത്തിൽ യൂഫെമിസം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. സുരേഷ് ഗോപി സാറേ, പ്രജകൾ എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രശ്നവുമില്ല. അത് ആര് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ചിന്താഗതിയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ലേ, ഈ ഉന്നത കുലജാതനാണെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരെ കാണുമ്പോൾ തനിക്കെന്തോ വലിയ പ്രണയമാണ്, വികാരമാണെന്നൊക്കെ.
അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തി പ്രജകളെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് ഏത് അർത്ഥത്തിലാണ് എടുക്കേണ്ടതെന്നുള്ളത് സുരേഷ് ഗോപി ഒന്ന് ക്ലിയർ ആക്കി തരണം. വെറുതെ എവിടെയെങ്കിലും പോയിട്ട് വെറുതെ എന്തെങ്കിലും വിടുവായത്തരം പുലമ്പാതെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ലോജിക്കുള്ള കാര്യങ്ങളായിട്ട് പറയണം സുരേഷ് ജി. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള വൃത്തികെട്ട പെരുമാറ്റങ്ങളല്ല, അല്ലെങ്കിൽ വൃത്തികെട്ട അഭിപ്രായങ്ങളല്ല ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഒരു സൈഡ് നിൽക്കട്ടെ. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇങ്ങനെ വന്നെന്ന് പറയുമ്പോൾ, പ്രജകളെന്ന് പറയുമ്പോൾ, അത് ചിന്തിക്കുന്ന രീതിയുടെ കുഴപ്പമല്ല, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത് ചിന്തിച്ചെടുത്തുകൊണ്ട് പറയുന്ന രീതിയുടെ കുഴപ്പമാണെന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സുരേഷ് ജിക്ക് കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു റോള് മടുത്തു, BJP മടുത്തു എന്നുള്ളതാണ് സുരേഷ് ഗോപിജി അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കെതിരെയും ദുൽഖർ സൽമാനെതിരെയും പ്രശ്നം വന്നപ്പോൾ അത് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണെന്നുള്ളത് സമ്മതിക്കുകയും പിന്നീട് എവിടെ നിന്നെങ്കിലുമൊക്കെ കോൾ വന്നതിൻ്റെ പേരിൽ പേടിച്ചിട്ടായിരിക്കും അഭിപ്രായം മാറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അഭിപ്രായം മാറ്റുന്ന ഒരു തോൽവിയായിട്ടുള്ളൊരു മന്ത്രിയല്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല സുരേഷ് ഗോപി എന്നാണ് റിയൽ ലൈഫിലെ സുരേഷ് ഗോപിയെ പറ്റി എനിക്കറിയാവുന്നത്. പക്ഷേ ഈ ഒരു ചാണകത്തിൽ മുങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിന് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് സംസാരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ളൊരു കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാണെങ്കിലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നി ഈ പാർട്ടിയിൽ നിന്ന് ചാടി, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറി സിനിമയിലേക്ക് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തിനാണെങ്കിലും അത് തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.